നിങ്ങൾക്ക് 2 ഭാര്യമാരുണ്ട്. എനിക്കൊരു ഭാര്യ പോലുമില്ല. വിവാഹാലോചന നടത്തിയില്ലെന്നും പറഞ്ഞ് പിതാവിനെ കൊലപ്പെടുത്തി മകൻ. അദ്ദേഹം കാര്യം പറഞ്ഞാൽ ഇതൊന്നും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. എന്നിരുന്നാൽ പോലും പുള്ളിക്കൊരു പ്രായപൂർത്തിയായ ഒരു മകനെ കല്യാണം ആലോചിച്ചുകൊണ്ട് പിതാവിൻ്റെ ഉത്തരവാദിത്തമാണ്. അത് പുള്ളി കാണിച്ചില്ല. കൊലപാതകത്തെ ന്യായീകരിക്കുകയല്ല. അതൊക്കെ തന്നെ ഈ 2 ഭാര്യമാരുണ്ട്. അതൊരു ചിന്തിക്കണം. എൻ്റെ മോൻ ഈ ഫോട്ടോയിൽ കാണുന്ന ആൾക്ക് കണ്ടാൽ നല്ലൊരു പ്രായമുണ്ട്. അത്യാവശ്യം 30-32 വയസ്സ് കാണും. ഒരു വിവാഹപ്രായമായി. എന്നിട്ട് പോലും അയാൾ വിവാഹം കഴിപ്പിച്ച് കൊടുത്തില്ല. അത് പിതാവ് കാണിച്ചൊരു തെറ്റ്. പിന്നെ ഒരാൾ കല്യാണം കഴിഞ്ഞിട്ട് പിതാവിൻ്റെ സമ്മതം നോക്കി മാതാപിതാക്കളുടെ സമ്മതം നോക്കി കല്യാണം കഴിക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. അത് ശരിയാ. ചിലരങ്ങനെയാണല്ലോ. ചില ഒളിച്ചോടി പോണവരൊക്കെ അങ്ങനെയല്ലല്ലോ. അച്ഛൻ്റെ അമ്മയുടെ സമ്മതം നോക്കിയിട്ടല്ലല്ലോ ജീവിക്കണേ. അപ്പം അങ്ങനെയുണ്ടല്ലോ. എന്തൊക്കെയായിരുന്നാൽ പോലും ഒരു പിതാവെന്ന നിലയിൽ അയാളുടെ കടമ നിർവഹിക്കണമായിരുന്നു. പിന്നെ മകനെന്ന നിലയിൽ അച്ഛൻ അങ്ങനെ നടത്തിയില്ലെന്ന് ആരോപിച്ച് ശരിക്കും പ്രഷറുണ്ടാകാം. ശരിക്കും നാട്ടുകാരുടെ ചോദ്യമൊക്കെ ഉണ്ട്. അത് ഒരുമാതിരി പ്രഷറായിരിക്കും. അപ്പോൾ ചിലപ്പോൾ ഇയാളെ ഒരു മാനസികാവസ്ഥ, അച്ഛൻ 2 കെട്ടി, മോന് പെണ്ണൊന്നും കിട്ടിയില്ലേ എന്നൊക്കെ ചിലപ്പോൾ ചോദിച്ച് കാണുന്നതുകൊണ്ട് ആ മനോവിഷമം കൊണ്ടൊക്കെ ആയിരിക്കും അയാളെ കൊലപ്പെടുത്താനുള്ള കാരണം. എന്തൊക്കെയായിരുന്നാലും ഈ കൊലപാതകം അങ്ങനെ ശരിയായിട്ട് ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമൊന്നും അല്ല. എന്നാൽ പോലും വിവാഹത്തിന് പ്രായപൂർത്തിയാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളുള്ള മാതാപിതാക്കളാണെങ്കിലും ഒന്ന് വിവാഹം ആലോചിക്കുന്നത് നല്ല കാര്യമാണ്. ഉത്തരവാദിത്തത്തോടെ നടക്കുന്നത് നല്ല കാര്യമാണ്. പിന്നെ ചിലർക്ക് വിവാഹം വേണ്ടെന്നായിരിക്കാം. പക്ഷേ ഒരാളുടെ താല്പര്യം അനുസരിച്ചായിരിക്കും. അദ്ദേഹത്തിന് വിവാഹം കഴിക്കണമെന്ന് തോന്നി ചിന്ത ചോദിക്കുകയോ ചെയ്തില്ല. അതിൻ്റെ ഒരു പ്രകോപനമാണ് ആ മകനെ ഒരു കൊലപാതകയാക്കിയത്. പിന്നെ ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് പുള്ളീനെ കൊണ്ടൊരു ആ പെൺകുട്ടികൾ കെട്ടാൻ പോകുന്ന പെൺകുട്ടികൾ ഒരുവിധം രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. നല്ല കൊലപാതകം ന്യായീകരിക്കില്ല, വീണ്ടും പറയണു. എന്നാൽ പോലും ഇങ്ങനെയുള്ളൊരു സൈക്കോയാണ്. അപ്പം അങ്ങനെ ഒരു പെണ്ണ് കല്യാണം കഴിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ആ പെണ്ണ് എന്തെങ്കിലും കാരണം പറഞ്ഞാൽ ഇവൻ തലക്കടിച്ചു കൊല്ലും. അതൊരു 100% ഉറപ്പാണ്. എന്തൊക്കെയായിരുന്നാലും ഒന്നും കിട്ടിയില്ലെങ്കിൽ ഒന്നും ചാവാൻ നടക്കാതെ അല്ലെങ്കിൽ കൊല്ലാൻ നടക്കാതെ ശാന്തമായിട്ട് എന്തെങ്കിലും അതിനുള്ള പരിഹാരം ആലോചിക്കുക. തീർച്ചയായും കിട്ടിയിരിക്കും. അല്ലാതെ ഒറ്റയടിക്ക് കൊല്ലുക അല്ലെങ്കിൽ സ്വയം ചാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിഹാരമല്ല.